ഗുരുവായൂരപ്പൻ നേരിട്ടെത്തി കണ്ട് ആസ്വദിക്കുന്ന ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്നെല്ലാവർക്കും അറിയാലോ. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം. രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കും മുൻപാണ് ഈ വഴിപാട് നടത്തുന്നത്. ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദരാജ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് കൃഷ്ണനാട്ടം. 12ാം നൂറ്റാണ്ടിലെ ജയദേവരുടെ ഗീതാഗോവിന്ദത്തിനെ അടിസ്ഥാനമാക്കി ശ്രീകൃഷ്ണ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭഗവാന്റെ അവതാര ലീലകളാണ് ഈ 8 കഥകളിലായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ അവതാര കഥകൾ ആടുന്ന ആ വേദിയിൽ കൃഷ്ണനാട്ടം ആസ്വദിച്ചുകൊണ്ട് കാണികളിൽ ഒരാളായി ഭഗവാനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു കലാരൂപം വഴിപാടായി നടത്തിയാൽ കിട്ടുന്ന ഫലസിദ്ധി നിസ്സാരമല്ല. ഈ ഒരു കലാരൂപത്തിൻ്റെ ഉത്ഭവത്തിനു പിന്നിലുള്ള ഒരു ദിവ്യമായ ആ ഐതിഹ്യം പണ്ഡിത ശ്രേഷ്ഠന്മാരും ഭക്തരുമായിരുന്ന വില്ലിമംഗലം സ്വാമിയാരും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമൊക്കെ മാനവേദ രാജാവിൻ്റെ സമകാലികളായിരുന്നു. AD 1585 മുതൽ 1658 വരെയായിരുന്നു മാനവേദ രാജയുടെ ജീവിതകാലം. ഭഗവാന്റെ പ്രത്യക്ഷ ദർശനമാണ് ഈ കാവ്യരചനയ്ക്ക് കാരണമായത്. സ്വാമിയാരും മാനവേദ രാജയും ഗുരുവായൂരിൽ ഭജനം നടത്തിയിരുന്ന കാലം പ്രത്യക്ഷ കൃഷ്ണ ദർശനം അനുഭവിച്ചിരുന്ന സ്വാമിയാരെ അദ്ദേഹം കണ്ടുമുട്ടി. ധ്യാനത്തിൽ നിന്നുമുണർന്ന സ്വാമിയാരോട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാനവേദ രാജ ചോദിച്ചു. സ്വാമിയാർ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ഇതിലൂടെ ഓടിക്കളിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. മാനവേദ രാജ പറഞ്ഞു, എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് കൂടി ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ സാധിപ്പിച്ചു തരുമോ? അദ്ദേഹം സ്വാമിയാരോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, അത് ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം. പിറ്റേന്ന് സ്വാമിയാർ മാനവേദ രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് ഭാഗ്യമുണ്ട്, ഭഗവാൻ ദർശനം അനുവദിച്ചിട്ടുണ്ട്. എന്നെ സ്പർശിച്ചുകൊണ്ട് ആ ഇലഞ്ഞിമരച്ചോട്ടിലേക്ക് നോക്കൂ. ഭഗവാന്റെ ഏത് രൂപത്തിലാണോ അങ്ങേക്ക് ഭഗവാനെ കാണാൻ സാധിക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ ഭഗവാനെ അങ്ങേക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. മാനവേദ രാജാവിൻ്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മണ്ണുവാരി തിന്നുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭഗവാൻ മാനവേദ രാജയ്ക്ക് ദർശനം കൊടുത്തത്. ഭഗവാന്റെ ആ ശാന്തസുന്ദര രൂപം കണ്ടപ്പോൾ മാനവേദ രാജാവിന് എൻ്റെ ഉണ്ണിക്കണ്ണാ എന്നും പറഞ്ഞ് കൈ നീട്ടി ഓടിച്ചെന്നു ഇലഞ്ഞിമരത്തിനടുത്തേക്ക്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, എന്നെ കാണണമെന്ന് സ്വാമിയാർ പറഞ്ഞിട്ടുള്ളൂ, എന്നെ തൊടുവാനുള്ള അനുവാദം പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാനെ ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കുമ്പോൾ ഭഗവാന്റെ പീലി തിരുമുടിയിൽ നിന്നും വീണ ആ മയിൽപ്പീലി അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. കണ്ണനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. മനസ്സ് മുഴുവൻ ഉണ്ണിക്കണ്ണനായിരുന്നു. ഒടുവിൽ സ്വാമിയാർ ഒരു നിർദ്ദേശം വെച്ചു, ഭഗവാന്റെ ലീലകൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കാവ്യ രചിക്കൂ. അങ്ങനെയാണ് മാനവേദൻ തിരുമനസ് കൃഷ്ണഗീതി രചിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ ദർശനം ലഭിച്ച ആ ഇലഞ്ഞിമരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ച് കൃഷ്ണകിരീടം ഉണ്ടാക്കി. ആ കൃഷ്ണകിരീടം ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ശ്രീകൃഷ്ണ കഥകൾ കോർത്തിണക്കിയ അതിമനോഹരമായ ശ്ലോകങ്ങളും സംഗീത സാന്ദ്ര പദങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു. ഇതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരിൽ നടത്തിവരുന്ന ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളൊന്നായ കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടങ്ങളും പൊയ്മുഖങ്ങളും ആഭരണങ്ങളുമെല്ലാം നിർമ്മിച്ചത് ആ ഇലഞ്ഞിമരത്തിൻ്റെ കൊമ്പ് കൊണ്ടാണ്. കൃഷ്ണനാട്ടം കഥയിൽ കൃഷ്ണനായി വേഷമിടുന്ന കലാകാരൻ ചൂടുന്ന കിരീടത്തിൽ ഇപ്പോഴും അന്ന് മാനവേദൻ തിരുമനസ്സിന് ലഭിച്ച ആ മയിൽപ്പീലിയുണ്ട്. ആ കിരീടത്തിൽ ഒരുപാട് മയിൽപ്പീലികളുണ്ടെങ്കിലും അതിലൊന്ന് ഈ ദിവ്യമായ ഒരു മയിൽപ്പീലിയാണ്.